എല്ലാ പ്രേക്ഷകർക്കും വിജയവീതിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പല എപ്പിസോഡുകളിലായി നമ്മൾ ഒട്ടേറെ പേരെ പരിചയപ്പെട്ട് കഴിഞ്ഞു, അനുഭവങ്ങൾ പങ്കുവച്ചു. ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിലാണ്, കേരളത്തിൻ്റെ വടക്കേ അറ്റം. എന്നോടൊപ്പമുള്ളത് കാസർഗോട്ടെ വളരെ പ്രശസ്തനായ ഒരു വ്യാപാരിയാണ് ശ്രീ അബ്ദുള്ള കുഞ്ഞ്, കാസർഗോഡ് നഗരത്തിലുള്ള മലബാർ ഗോൾഡിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇക ശരിക്കും സ്വദേശം കാസർഗോഡ് എവിടെയാണ്? ഇവിടെ തന്നെയാണ്, കാസർഗോഡ് ചൂരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കാസർഗോഡ് ചൂരി എന്ന് പറയുന്ന സ്ഥലത്താണ്. എങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് ബിസിനസ് രംഗത്താണ്? പരമ്പരാഗതമായിട്ട് നമ്മുടെ മരക്കച്ചവടക്കാരായിരുന്നു. മരം സോമില്ല് മരക്കച്ചവടം തടി ബിസിനസ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ഫാദർ പെട്ടെന്ന് തിരിച്ചു. അന്ന് ഞാൻ SSLC പഠിക്കുകയായിരുന്നു, ജ്യേഷ്ഠൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു സർസിനത്തിൻ്റെ പുറമ്പിൽ. അപ്പോൾ അത് പെട്ടെന്ന് തിരിച്ചുകൊണ്ട് പിന്നെ രണ്ടാളും ബിസിനസ്സിൽ കയറി. ജ്യേഷ്ഠൻ രണ്ട് മക്കളാണ് നിങ്ങൾ? മൂന്നാളുണ്ട്. മൂന്നാമത്തോട് വളരെ ചെറുതായിരുന്നു. സിസ്റ്ററാണോ? അല്ല, മോൻ തന്നെ. അല്ല, അനിയൻ. അന്ന് 76 സംഭവം ഫാദർ മരിക്കുന്ന കാലത്ത്. 75 ഓഗസ്റ്റ് 26 ഫാദർ മരിച്ചു. ഞങ്ങൾ 7 പേരായിരുന്നു, 3 ആൺകുട്ടികളും 4 പെൺകുട്ടികൾ. അതിന് മൂത്താള് എൻ്റെ ബ്രദർ സർജറി പഠിക്കുകയായിരുന്നു, കോളേജിൽ SSLC പഠിക്കുകയായിരുന്നു. അതിനും ചെറിയ പയ്യായിരുന്നു. പെട്ടെന്ന് ഫാദർ മരിച്ചിട്ട് അവന് ഞാൻ ബിസിനസ് ഇറങ്ങേണ്ടത്. കാരണം ആ ബിസിനസ് തുടർന്നു കൊണ്ടുപോകണം. ആ ഫാദറിൻ്റെ കച്ചവടം തുടർന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ് ഞാൻ ആ ഫീൽഡ് മാറ്റി കോൺട്രാക്ട് ഫീൽഡിലേക്ക് മാറി. അന്ന് ഈ മരത്തിൻ്റെ പരിപാടി എങ്ങനെയായിരുന്നു? എൻ്റെ ഞങ്ങൾ ഈ ഓപ്ഷൻ മരം എടുക്കുമായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഗവൺമെൻറ് ഓപ്ഷൻ്റെ മരം കാടുകൾ എടുക്കുമായിരുന്നു, മുറിച്ച് വെക്കലാണ്. മുറിച്ച് വെക്കും. അന്ന് മില്ലുണ്ടായിരുന്നു? വാപ്പാക്ക് ഉണ്ടായിരുന്നില്ല. ഓപ്ഷൻ നമ്മൾ എടുത്തിട്ട് മുറിച്ച് വേറെ പാർട്ടി കൊടുക്കുക, ആവശ്യക്കാർക്ക് കൊടുക്കും. അതേ വാപ്പ മരിച്ചതിന് ശേഷം എത്ര നാൾ നടത്തി? വാപ്പ മരിച്ച ശേഷം കൊല്ലങ്ങളോളം നടത്തി. ഒരു ഏകദേശം ഒരു 5-8 കൊല്ലം മരക്കച്ചവടം തുടങ്ങി ജ്യേഷ്ഠൻ്റെ കൂടെ.
പിന്നെ കോൺട്രാക്ട് ഫീൽഡ് മാറി ഞാൻ. കോൺട്രാക്ട് ബിസിനസ്സിൽ പങ്കാളിയായിരുന്നു, പക്ഷേ എൻ്റെ ഫീൽഡ് മാറ്റി കോൺട്രാക്ട് ഫീൽഡായിരുന്നു. കോൺട്രാക്ട് ഫീൽഡ് വീണ്ടും ഒരു 10-15 ഏകദേശം. കോൺട്രാക്ട് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? റോഡ് വർക്ക്, ബിൽഡിംഗ് വർക്ക്, കണ്ണൂർ വയനാട് ഭാഗത്ത് വർക്ക്. PWD കോൺട്രാക്ട് ആയിരുന്നു. PWD A ക്ലാസ് കോൺട്രാക്ടർ ആയിരുന്നു. ശരി. അത് ഏകദേശം അന്ന് ഒരുപാട് നല്ല റോഡുകളും ഇതൊക്കെ പണിതിട്ടുണ്ടാവും അല്ലേ? റോഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡിൻ്റെ പുരോഗതിയുടെ ഒരു പ്രധാന ഘടകം കാസർഗോഡ് ചെയ്തില്ല, നമ്മൾ ചെയ്ത് കണ്ണൂർ വയനാട് ഭാഗത്താണ്. വയനാട് എവിടെ? ചെറിയ തോതിലാണ് പടിഞ്ഞാറത്തറ ഭാഗത്ത് ചെയ്തു. അത് എത്ര വർഷക്കാലം തുടർന്നു? ഏകദേശം ഈ മലബാർ തുടങ്ങുന്ന വരെ 2003 വരെ തുടർന്നു. അത് നല്ലൊരു ഫീൽഡായിരുന്നില്ലേ? പിന്നെ പിന്നെ കുറേ ആ ഫീൽഡിൽ കുറേ കറക്ഷൻസും അത് ഇതൊക്കെ ഒരു മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു വാങ്ങിയില്ല. അങ്ങനെയാണല്ലോ. ചില കോൺട്രാക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബില്ല് കിട്ടാൻ ലേറ്റ് ആകും. അങ്ങനെയുള്ള അതൊരു ഘടകമാണ്. പിന്നെ ഒരു സത്യസന്ധമായി 100% എന്ന് പറയാൻ കഴിയില്ല. കള്ളപ്പണിയുണ്ട്, കുറേ കള്ളപ്പണിയും കുറേ കൈക്കൂലിയും അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടാവും. മാനസികമായിട്ട് നമ്മുടെ മനസ്സാക്ഷി വെച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കഴിയുന്നില്ല. ആയിടക്കാണ് മലബാർ ഗോൾഡ് കാസർഗോഡ്. ഞങ്ങൾ കാസർഗോഡ് മലബാർ നേരത്തെ വന്ന ഞങ്ങളുടെ ജോയിന്റ് വെഞ്ചർ ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിംഗ് അത് നമ്മുടെ ഇപ്പോൾ മലബാർ ഗോൾഡ് ഇരിക്കുന്ന ബിൽഡിംഗ് അല്ല, നേരത്തെ മലബാർ ഗോൾഡ് തൊട്ടപ്പുറത്തെ ബിൽഡിംഗാണ്. അവിടെ നമ്മൾ PA കൂടെ ചെയർമാൻ ഇബ്രാഹിം ഹാജിക്ക നമ്മൾ ജോയിന്റ് വെഞ്ചർ ബിൽഡിംഗ് ഉണ്ട്, വലിയ ബിൽഡിംഗാണ്. അതിൻ്റെ ഒരു പോർഷൻ മലബാർ ഗോൾഡിന് കൊടുത്തിട്ടുണ്ട്, കാസർഗോഡ് മലബാർ ഗോൾഡ് തുടങ്ങാൻ വേണ്ടി. അങ്ങനെയാണ് ഞാൻ മലബാർ ഗോൾഡ് വരുന്നത്. ഇബ്രാഹിം ഹാജിക്ക മലബാർ ഗോൾഡിൻ്റെ കാസർഗോഡ് മാനേജിംഗ് ഡയറക്ടറാണ്. ഞാനും വേറെ 2 പേരും ഡയറക്ടറായി കാസർഗോഡ് മലബാർ തുടങ്ങുകയാണ്. ഇപ്പോൾ കാസർഗോഡ് ഏകദേശം 5ാമത്തെ ബ്രാഞ്ചാണ് മലബാർ ഗോൾഡ്. അപ്പോൾ അതിനു മുമ്പ് സ്വർണ്ണ വ്യാപാരമായിട്ട് വലിയ പരിചയമില്ല. പിന്നെ അങ്ങനെ ധൈര്യപ്പെട്ട് ഇറങ്ങി ബിസിനസ്സിലോട്ട്? സപ്പോർട്ട് ചെയ്യാൻ മലബാർ ഗോൾഡാണ് ഒരുപാട് ആൾക്കാരുണ്ട്, അറിയാവുന്നവർ ഒരുപാട് പേര്. ഒരുപാട് അവർക്കാണ് ചെയർമാനാണ്, പിന്നെ ഒരുപാട് ആൾക്കാർ ആ ഫീൽഡിലുണ്ട്. നമ്മുടെ അവർ കൂടെ നിന്ന് കൊടുത്താൽ മതി. പിന്നെ ഡയറക്ടറാണല്ലോ, പിന്നെ ഗോൾഡ് ഫീൽഡ് നമ്മൾ ബന്ധപ്പെടുന്ന കസ്റ്റമേഴ്സായിട്ടാണ്. പിന്നെ മലബാർ ഗോൾഡ് നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം അത് സത്യസന്ധമായ ബിസിനസ്സാണ് ആണല്ലേ? 100% സത്യസന്ധമാണ് മലബാർ ഗോൾഡിൻ്റെ ബിസിനസ്. കച്ചവടത്തിൽ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും അതിലില്ല. ക്യാരറ്റിലാണെങ്കിലോ വെയിറ്റിലാണെങ്കിലോ സ്റ്റോൺ വെയിറ്റിലാണെങ്കിലും ഒന്നും കസ്റ്റമേഴ്സിനെ പറ്റിക്കില്ല. ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. വിശ്വസിച്ച് കയറാവുന്ന 100% വിശ്വസിച്ച് കയറാൻ പറ്റുന്ന സ്ഥാപനം ഗോൾഡ് ഫീൽഡിൽ 100% കസ്റ്റമർ വിശ്വസിക്കാം. മലബാർ ഗോൾഡ് ഒരു തരത്തിലും ചീറ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മളെ ആകർഷിച്ചതാണ്, നമ്മളതിനെപ്പറ്റി പഠിച്ചപ്പോൾ സത്യമാണ്. ശരിക്കും ഇവിടെ എത്ര സ്ക്വയർ ഫീറ്റ് ഇതിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് ജ്വല്ലറി? ഇപ്പോൾ നമ്മളെ ജ്വല്ലറി ടോട്ടൽ ബിൽഡിംഗ് ഏരിയ 15,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 15,000 മൊത്തം. അതിൽ 2 ഫ്ലോർ നമ്മൾ ജ്വല്ലറി ആയിട്ട് ഉപയോഗിക്കുന്നത്, ഏകദേശം 6,000 സ്ക്വയർ ഫീറ്റ്. ബാക്കി ഏരിയ ഒരു 3,000 സ്ക്വയർ ഫീറ്റ് കാർ പാർക്കിംഗ്. ബാക്കി ഉള്ള ഷാപ്പിൻ്റെ അക്കോമഡേഷനും ഫുഡ് സൗകര്യം എല്ലാം അതിൽ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊണ്ട് കാസർഗോഡ് നഗരത്തിലുള്ള ഏറ്റവും വലിയ ജ്വല്ലറി ആയിരിക്കും അല്ലേ മലബാർ ഗോൾഡ് അല്ലേ? കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് വളരെ ദൂരെയാണ്. കാരണം ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. കാസർഗോഡ് ഞാൻ കേട്ടറിവ് ഒട്ടേറെ പ്രശസ്തരായ വ്യാപാരികളും പിന്നെ വളരെ സമ്പന്നരുമുള്ള സ്ഥലമാണെന്ന് വിശ്വസിച്ചേക്കണം കാസർഗോഡ് അല്ലേ? വ്യവസായത്തിന് ഒരുപാട് സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ജ്വല്ലറിയുടെ ഒരു ഉടമ എന്ന നിലയിൽ ചോദിക്കുന്നത് ഇവിടുത്തെ കസ്റ്റമേഴ്സ് എങ്ങനെയുള്ളവരാണ്? കാസർഗോഡ് ജില്ലയിലുള്ളവരാണോ കാസർഗോഡിൻ്റെ പുറത്തുള്ളവർ പർച്ചേസിങ് നടത്തുന്നുണ്ടോ? ഈ നഗരത്തെ ചുറ്റിപ്പറ്റിയുള്ളവരാണോ? ഒരു 70% ചുറ്റിപ്പറ്റിയുള്ളവരാണ്. കുറേ കർണാടകത്തിൽ വരാം, മംഗലാപുരത്ത് വരാം, സുള്ളിയ വീട്ടിലാഭാഗത്ത് വരാം, മർക്കര വരെ കസ്റ്റമർക്ക് വരാം. ഇവിടുന്ന് 100 കിലോമീറ്റർ മർക്കര കർണാടക ജില്ലയിലാണ്. മർക്കര ഭയങ്കര മനോഹരമായ സ്ഥലം. അവിടുന്ന് വരെ കസ്റ്റമർ വരാറുണ്ട്. നല്ല ശതമാനം കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാട് ജില്ലയിലെ ആൾക്കാരാണ്. 2003 തുടങ്ങിയത്? 2003 ഡിസംബർ നമ്മൾ കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞു.